ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Asilva യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് കൂട്ടുകറിയാണ്. അതായത് കൂട്ടുകറി എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും കൂട്ടുകറി തയ്യാറാക്കുക. നമ്മൾ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ കായും ചേനയും കടലയും ചേർത്തിട്ട് കൂട്ടുകറി തയ്യാറാക്കും. ഇപ്പോൾ ഇന്ന ഭാഗങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, പലരും പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്ത് കൂട്ടുകറി അങ്ങനെ ഒരു സ്പെഷ്യലൊന്നും ഇല്ല. എങ്കിലും ഇന്നൊരു സ്പെഷ്യൽ ടൈപ്പ് നമ്മളെ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് ഗ്രീൻ പീസും കടലയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂട്ടുകറിയാണ് തയ്യാറാക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വിഷുക്ക് വരല്ലേ, അപ്പോൾ നിങ്ങൾ എന്നും ട്രൈ ചെയ്യുന്ന പോലെ ചെയ്യാതെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഇതിലേക്ക് എല്ലാം ഒരേ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തലേദിവസം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു ബൗൾ കടല എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമുക്കൊരു ബൗൾ ഗ്രീൻ പീസും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കായ, ചേന, അതുപോലെ തന്നെ നമ്മൾ കുമ്പളങ്ങ ചേർത്തിട്ടില്ലേ, കുമ്പളങ്ങ ചേർക്കും ചില സ്ഥലത്ത്. നമ്മൾ വെള്ളരിക്കയാണ് ചേർത്തിക്കുന്നത്. അതുപോലെ പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, മത്തങ്ങ, ഇത്രയും ഐറ്റംസാണ് നമ്മളെല്ലാം ഒരേ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് മുളക് പൊടിക്ക് നമ്മൾ ഇതിലേക്ക് എരിവിന് വേറൊരു പൊടി നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അധികം വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതേ വലിപ്പത്തിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഒരുപാട് മധുരം വേണ്ട, എന്നാൽ ഒരു ചെറിയ മധുരം വേണേനും. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് കടലയും ഗ്രീൻ പീസും വേവാൻ വേണ്ടിയിട്ടുള്ളത്. കഷ്ണത്തിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി ശരിക്കും ഉണ്ടാവും, എങ്കിലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി, അത് ഈ ചെറിയ സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടിക്കാനുള്ള പൊടികൾ നോക്കാം. അതിന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് ജീരകം കൂടി വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ. ഇത്രയും അധികം ആവശ്യമില്ല, നമുക്ക് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും അധികം ശരിക്കും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലാണ് നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഇത്രയും അളവ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മിക്സി ജാറിനകത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ ഇതേ അളവിൽ കൂട്ടുകറി 2-3 പ്രാവശ്യമൊക്കെ വെക്കാവുന്ന പൊടി നമുക്കിതിൽ കിട്ടും കേട്ടോ. ഇനി നന്നായിട്ട് വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുരുമുളകും അതുപോലെ ജീരകവും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോയി നമുക്ക് അതിന് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാ കുരുമുളകും ജീരകവും നന്നായി പൊട്ടി വരും. ആ ടൈമിൽ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. ചൂടാറിയതിന് ശേഷം നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഓരോ കുക്കറിൻ്റെ പിന്നെ തീൻ്റെ ഒക്കെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നാളികേരം ചിരകിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള നാളികേരം തന്നെ വേണം നമുക്ക് കൂട്ടുകറിയിലേക്ക് എന്ന് പറഞ്ഞാൽ 1.5 നാളികേരം എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടിച്ചതൊക്കെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഷ്ണം നന്നായി വെന്തുണ്ടോ നോക്കാം. 2 വിസിൽ മതിയാവും. നല്ല പാകത്തിന് ഉള്ള വേവായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് അലിഞ്ഞു പോവാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മളത് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിലേക്കുള്ള പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു 4 ടീസ്പൂണോളം പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവാവാനും പാടില്ല, എന്നാൽ തീരെ എരിവില്ലാതിരിക്കാനും പാടില്ല കേട്ടോ. കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെയും ഒക്കെ അത്യാവശ്യം നല്ലൊരു എരിവുണ്ട്. ഈ ഒരു ഫ്ലേവറും അതുപോലെ ഈ കുരുമുളകിൻ്റെ കളറുമാണ് നമ്മുടെ കൂട്ടുകറിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നത്. നമ്മൾ എലിശ്ശേരിക്കൊക്കെ ചെയ്യുന്ന പോലെ പച്ചനാളികേരും ഇതും കൂടി അരച്ചിട്ട് നമ്മൾ കൂട്ടുകറി തയ്യാറാക്കും. പക്ഷെ നമുക്ക് ഈ ഒരു കളറ് സദ്യ സ്റ്റൈൽ കളറ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. നമ്മൾ ആ അരച്ചെടുക്കുന്ന നാളികേരം അത്രയും തന്നെ നമുക്ക് വറുത്തെടുത്ത് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് സദ്യ സ്റ്റൈല് കൂട്ടുകറി കിട്ടും. അപ്പോൾ ഈ ടൈമിൽ ഇനി നമുക്കതൊന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമുക്ക് അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. കടുക് പൊട്ടിയ സമയത്ത് നമ്മൾ വിട്ടുപോയത് കാരണമാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഈ ടൈമിൽ നമ്മൾ ഏകദേശം ഇതൊന്നായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ല് കൂടുതൽ കിട്ടുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി ഫ്രൈ ചെയ്ത് തീ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് സാധാരണ വറുത്തെടുക്കുന്നത് പോലെ പറ്റില്ല. അപ്പോൾ നാളികേരമൊക്കെ മാറ്റിയതിന് ശേഷം ഒന്നും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തുട്ടോ. അല്ല വെച്ചെങ്കിൽ നമ്മുടെ ഉഴുന്നും പരിപ്പൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അത് കാരണം നാളികേരം മാറ്റിയതിന് ശേഷം ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലെ കഷ്ണങ്ങളൊക്കെ എല്ലാം നോക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടുകറിയുടെ വറവ് എപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്ത് വരണം. അത്യാവശ്യം നല്ല കളറിൽ വരണം. എന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അത് വേണം വറുത്തെടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാനുള്ള ഇടവരരുത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഉഴുന്നും പരിപ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ. ആ ഉഴുന്നും പരിപ്പ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കൂട്ടുകറിക്ക്. പച്ചരച്ചൊഴിച്ചെങ്കിൽ നമ്മുടെ കറിക്ക് ഇത്രയും ഒരു കളറ് നമുക്ക് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ആയി വന്നിട്ടുണ്ട്. നല്ല കളറും അതുപോലെ നല്ല മണവും. നമ്മൾ എടുത്ത ടീസ്പൂൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ പൊടി ചേർത്തതിൻ്റെ അത്രയും അളവിൽ ഒരു 4 ടീസ്പൂൺ എന്ന് പറയുന്നത് കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകറി സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.